എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ഹരിശ്രീ അശോകൻ്റെ മകനാണ് അർജുൻ അശോകൻ. ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലൂടെയാണ് അർജുൻ അശോകൻ സിനിമയിൽ തുടക്കമിടുന്നത്. ടു ലെറ്റ് അമ്പാടി ടാക്കീസ് എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷം അഭിനയത്തിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു. പക്ഷേ പറവ, വരത്തൻ, ബി-ടെക് എന്നീ സിനിമകളിലൂടെയുള്ള അർജുൻ്റെ തിരിച്ചുവരവ് ഗംഭീരമായി. മമ്മൂട്ടി എന്ന ജീനിയസ് അഭിനയിച്ച് ഗംഭീരമാക്കിയ ഭ്രമയുഗം എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രകടനത്തിന് മുന്നിൽ പകച്ചു നിൽക്കാതെ എന്നിലും അഭിനയത്തിൻ്റെ മർമ്മമറിഞ്ഞൊരു ആക്ടർ ഒളിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ചു കൊടുത്തു അർജുൻ അശോകൻ. തെറ്റു പറയാൻ പറ്റില്ല, അർജുൻ അശോകൻ നല്ലൊരു നടൻ തന്നെയാണ്. അർജുൻ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. രസകരമായ ആ പ്രണയകഥ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ചിന്മയിയിൽ ഞാൻ 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ അവിടെ തന്നെ 10ൽ പഠിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു അവളെ ഞാൻ ആദ്യമായി കാണുന്നത്, അതും ഒരു നൃത്ത പരിപാടിക്കിടെ. അന്നേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. നികിത എന്നാണ് അവളുടെ പേര്. പക്ഷേ മറ്റൊരു ട്വിസ്റ്റ് നടന്നു. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ നികിതയെ പ്രപ്പോസ് ചെയ്തു. പക്ഷെ അവൻ്റെ പ്രപ്പോസിന് ഒരു ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ഞാൻ എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ വഴി നികിതയോട് ഫോണിൽ സംസാരിക്കുകയും എൻ്റെ ഇഷ്ടം അവളോട് പറയുകയും ചെയ്തു. എൻ്റെ ചേച്ചിയുടേത് ലവ് മാരേജ് ആയിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ ജാതിപരമായി നോക്കിയാൽ നികിത ഞങ്ങളെക്കാൾ ഉയർന്ന ജാതിയിലായിരുന്നു. ആലോചിച്ചപ്പോൾ പ്രശ്നം വളരെ വലുതായി തോന്നി. മിക്കവാറും ഈ പ്രണയം ഒരു ഒളിച്ചോട്ടത്തിലെ അവസാനിക്കൂ എന്ന് ആദ്യം മുതൽ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ ഇഷ്ടം അവളുടെ അച്ഛനെ അറിയിച്ചപ്പോൾ യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിക്കാതെ അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം പറയാം, എൻ്റെ വീട്ടിൽ ലവ് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പ്രേമിക്കാനേ നിൽക്കില്ലായിരുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ തന്നെയായിരുന്നു എൻ്റെയും നികിതയുടെയും വിവാഹം കഴിഞ്ഞത്. ഇപ്പോൾ ആ പ്രണയവല്ലരിയിൽ പൂത്ത ഒരു മകൾ കൂടിയുണ്ട്. പേര് അൻവി എന്നാണ്. മോഹൻലാലിൻ്റെ തുടരും സിനിമയിൽ വളരെ സർപ്രൈസായ ഒരു ചെറിയ റോൾ അർജുൻ അശോകൻ അഭിനയിച്ചിരുന്നു. മോഹൻലാൽ മൊത്തമുള്ള ആ കോമ്പിനേഷൻ സീൻ പ്രേക്ഷകരിൽ ചിരി പടർത്തുകയും ചെയ്തു. ഇത്രയും ചെറിയൊരു റോൾ എന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ മോഹൻലാൽ എന്ന ഇതിഹാസത്തിനൊപ്പം അഭിനയിക്കാനുള്ള കൊതി ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് ഉത്തരം. തുടരും സിനിമയിലേക്ക് വിളിച്ചപ്പോൾ ചിലപ്പോൾ 1-2 ഡയലോഗ് മാത്രമേ ഉണ്ടാകൂ, ഒരു ഷോട്ടൊക്കെയേ ഉണ്ടാവൂ എന്നും പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ ലാൽ സാറിനൊപ്പം അഭിനയിച്ചിട്ടില്ല. ഒരു കൊതി, പിന്നെയൊന്നും നോക്കാൻ പോയില്ല. അടിപൊളി അനുഭവം തന്നെയായിരുന്നു. ഒരു നല്ല നടനാവാനുള്ള സകല പ്രതിഭയും അർജുൻ അശോകനുണ്ട്. അർജുൻ അശോകന് GPS മീഡിയ എല്ലാ ഭാവുകങ്ങളും നേരുന്നു.